Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓർ റിക്വയർമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്താണ്? തേർഡ് പാർട്ടി മെത്തേഡ് ആരാ പറയാം? തേർഡ് പാർട്ടി മെത്തേഡ് എന്താ? വാട്ട് ഈസ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞ ആരെങ്കിലും പഠിച്ചതല്ലേ? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. തേർഡ് പാർട്ടി മെത്തേഡ് എന്താ പറയാമോ? തേർഡ് പാർട്ടി ഏജൻസീസ് വഴി റിക്രൂട്ട്മെന്റ്. ഏജൻസി വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലേ? ഓക്കെ. Then internal source എന്താ? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഇന്റേണൽ സോഴ്സ് രമ്യ സുനിൽ എന്ന് പറഞ്ഞേ. ഇന്റേണൽ സോഴ്സ് രമ്യ സുനിൽ, വാട്ട് ഈസ് ഇന്റേണൽ സോഴ്സ്? അശ്വിനി സുരേഷ്, എന്താണ് ഇന്റേണൽ സോഴ്സ്? ഇതാരും ഒന്നും പറയാത്ത ചോദിച്ചിട്ട് ഇന്റേണൽ സോഴ്സ് എന്താ? ഒരു ഹോസ്പിറ്റലിലെ അകത്തുള്ള ആളുകളെ തന്നെ സെലക്ട് ചെയ്യുക, താഴെ നിലയിൽ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇതാക്കുന്നതിന്. അപ്ഗ്രേഡഡ്, ട്രാൻസ്ഫേർഡ്, പ്രൊമോട്ടഡ് അല്ലെ, അല്ലെങ്കിൽ ഡിമോട്ടഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളിനി സെലക്ഷൻ ആണ് നോക്കുന്നത് കേട്ടോ. സെലക്ഷൻ പ്രോസസ് ആണ്. എന്താണ് നമുക്ക് സെലക്ഷൻ എന്ന് നോക്കാം. The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualification for a specific job and to select the applicant who is most likely to carry out well in that job. Okay. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. While planning a selection policy, due consideration should be given to organizational needs as well as technical and professional extent of selection procedure. Selection process എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ആപ്ലിക്കന്റ് അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷൻസ് അഥവാ വിവരങ്ങള് നേടിയെടുക്കുന്നതിനെ, ഗ്യാദർ ചെയ്യുന്നതിനെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ വിവരങ്ങൾ എന്ത് ചെയ്യാണ്? അവര് ഗ്യാദർ ചെയ്യാണ് അല്ലെ, അവര് കളക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് സെലക്ഷൻ. ഇതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്തിനാണ് ഈ സെലക്ഷൻ നടത്തുന്നത്? ഒരു ആപ്ലിക്കന്റ് ജോലിക്കുള്ള നിർദ്ദിഷ്ട യോഗ്യതകൾ, അതായത് എലിജിബിലിറ്റീസ് പാലിക്കുന്നുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ആ ജോലിയിൽ നന്നായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആപ്ലിക്കന്റിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എന്തിനാണ് നടത്തുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്?
അതായത് ഒരു ആപ്ലിക്കന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ ജോലിക്കായിട്ടുള്ള നിശ്ചിത ക്വാളിറ്റീസ് അല്ലെങ്കിൽ എലിജിബിലിറ്റീസ് അയാൾക്കുണ്ടോ, അയാൾ ആ ജോലി ചെയ്യാനായിട്ട് അയാൾക്ക് നന്നായിട്ട് ആ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എന്ത് സെലക്ഷൻ പ്രോസസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ ജോബ്സ് ആൻഡ് റിമൂവിംഗ് ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. സെലക്ഷനിൽ എന്താ നടത്തുന്നത്? അതായത് ജോലിക്ക് ആപ്റ്റ് ആയവരെ തിരഞ്ഞെടുക്കുന്നതും ആപ്റ്റ് അല്ലാത്തവരെ നീക്കം ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ സെലക്ഷനിൽ നടക്കുന്നത് എന്താണ്? അവിടെയുള്ള ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആവശ്യമില്ലാത്തവരുണ്ടാവില്ലേ, അവരെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണെന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു പ്രൊസീജിയറിൽ ഓർഗനൈസേഷണൽ, ടെക്നിക്കൽ, പ്രൊഫഷണൽ നീഡ്സ് ഉണ്ടാകാം. അതായത് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ ഓർഗനൈസേഷൻ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം. ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരത് പാലിക്കുന്നതാണ്. അതുപോലെ ടെക്നിക്കൽ നീഡ്സ്, അതായത് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരാം, പ്രൊഫഷണൽ ആയിട്ടുള്ള നീഡ്സ് വരാം. അപ്പൊ ഇതൊക്കെ എന്താണ് സെലക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പൊ മെയിൻ ആയിട്ട് 3 പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഒന്ന്, ഒരു ആപ്ലിക്കന്റിന്റെ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ്. 2, ഇതിന്റെ എയിം എന്താണ്, അതായത് ഒരു ജോലിക്ക് നിശ്ചിത യോഗ്യതകൾ അടിസ്ഥാനമാക്കി ഒരു ആപ്ലിക്കന്റിനെ സെലക്ട് ചെയ്യുന്നതും അയാൾ നന്നായി ആ ജോലി ചെയ്യുമോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതുമാണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ആവശ്യമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു, ആവശ്യമില്ലാത്ത ആളുകളെ റിമൂവ് ചെയ്യുന്നതും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത പറയാണ് കേട്ടോ. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. നമുക്ക് കുറെ അധികം സ്റ്റെപ്സുകൾ കാണാനായിട്ട് സാധിക്കും സെലക്ഷൻ പ്രോസസ്സിൽ. ആദ്യം തുടങ്ങി അവസാനം വരെ എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് സെലക്ഷൻ പോകുന്നതെന്ന് നമുക്കൊന്നിവിടെ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാല്, ഫസ്റ്റത്തെ ഒരു പ്രോസസ്സ് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതായത് ആദ്യം ആളുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നു. പ്രാരംഭഘട്ടത്തിലുള്ള ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു. അതാണ് ഫസ്റ്റ് കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയാം. ഈ ഘട്ടമാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ്. ദെൻ രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് എന്താണ്, ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ നിങ്ങള്. ഫസ്റ്റത്തെ പോയിന്റ് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ്. രണ്ടാമത്തേത് application blank or application form, a fact finder which helps one learn about an applicant's background and life history. All conducted interviews to inspect the facts and get to the attitudes of the applicant and his family to the job. അതായത് ആപ്ലിക്കന്റിന്റെ വിവരങ്ങള് കളക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം, സ്കൂള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മൊത്തം ലൈഫ് ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത് കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് കേട്ടോ. ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത്രയും നീട്ടി വലിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ട്. ഓക്കെ, കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്, അനലൈസ് ഫാക്ട്സ് ആപ്ലിക്കന്റ് ആറ്റിറ്റ്യൂഡ്സ്. അനലൈസ് ഫാക്ട്സ് ആൻഡ് ആപ്ലിക്കൻസ് ആറ്റിറ്റ്യൂഡ്. ആപ്ലിക്കന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ അനലൈസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഫാക്ടുകളെ അനലൈസ് ചെയ്യുന്നു. അതൊക്കെ രണ്ടാമത്തെ സ്റ്റേജിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ കളക്ട് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് ആൻഡ് അനലൈസ് ഫാക്ട്സ് ആൻഡ് ആപ്ലിക്കന്റ് ആറ്റിറ്റ്യൂഡ്.
ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. അതായത് അദ്ദേഹത്തിന്റെ ഹെൽത്തും സ്റ്റാമിനയും ചെക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കരുത്തുണ്ടോ, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യവാനാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്ന ഒരു എന്താ പറയാ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അതിന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മള് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ചെക്ക് ഹെൽത്ത് ആൻഡ് സ്റ്റാമിന. ചെക്ക് ഹെൽത്ത് ആൻഡ് സ്റ്റാമിന അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് നടത്തുന്നു. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നു. Then നാലാമത്തേത് psychological testing to inspect the surface area and get an objective look at a candidate's suitability for a job, candidate's aptness for a job. അതായത് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്യൂട്ടബിലിറ്റി അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആ ജോലിക്ക് ആപ്റ്റ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അതായത് അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തികളുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തോടും അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയോ, അദ്ദേഹത്തിന് ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് നേരാവണ്ണം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും, അദ്ദേഹത്തിന്റെ മൈൻഡ് ഏത് സമയം ഉണർന്നിരിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളൂ. അനലൈസ് സ്യൂട്ടബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ജോബ്. അദ്ദേഹം അതിന് സ്യൂട്ട് ആണോ, അദ്ദേഹത്തിന് ആപ്റ്റ് ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് സ്യൂട്ടബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ ജോബ്. നാല് പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾക്കറിയാം, നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ രേഖകള്, നമ്മുടെ സർട്ടിഫിക്കറ്റും മറ്റൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യും അല്ലെ. അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാറുണ്ട് കുറച്ചു നേരം. അപ്പൊ അവര് പറയും രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പോഴാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം. അപ്പൊ നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി അവര് എന്താണ് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണോ വെരിഫൈ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് എന്ത് റഫറൻസ് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതാ. റഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാല് വെരിഫൈയിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. Okay, then last point, final selection approval by manager and communication of the decision to the candidate. Last എന്ത് ചെയ്യും, ആളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവൽ കൊടുക്കുന്നത് മാനേജർ ആണ്. ഈ ഒരു വിവരം നേരിട്ട് കാൻഡിഡേറ്റിനെ അറിയിക്കുന്നതാണ്. നിങ്ങൾ സെലക്ട് ആയിട്ടോ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിവരം ലാസ്റ്റ് സ്റ്റേജിലാണ് മാനേജർ എന്ത് ചെയ്യുക, മാനേജർ അപ്രൂവൽ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറയാം. ഓക്കെ, അപ്പൊ ഇത്തരം സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക ആളുകളെ. ഓക്കെ, ഇനി ചില സ്ഥലത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ഒന്നും ഉണ്ടാവാറില്ല. അതിന് എന്താ പറയാ, ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ട ജോബുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നടത്താറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഉണ്ട്. ഓക്കെ, ആസ് പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതായത് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ നാലായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്,
2 അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്, 3 പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, 4 ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. അതായത് മനുഷ്യന്റെ പെരുമാറ്റം അതിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഹ്യൂമൻ ബിഹേവിയറിനെ ടെസ്റ്റ് ചെയ്യുന്ന അളക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു 4 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. എന്താണെന്ന് നോക്കാം. tries to test your ability to carry out tasks and react to situation at work. ചുമതലകൾ നിർവഹിക്കാനും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുമുള്ള കഴിവ് മെഷർ ചെയ്യുന്നു. അതായത് ഒരാള് ജോലിക്ക് എടുക്കുമ്പോൾ ആ ജോലിയിലെ അയാൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹം നിർവഹിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അദ്ദേഹം ആ ജോലിയുടെ സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാണോ എന്ന് അളക്കുന്നതാണത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലിയർ ആണോ? ചുമതലകൾ നിർവഹിക്കാനും അതുപോലെ തന്നെ ആ ജോലിയുമായിട്ടുള്ള സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനുമുള്ള കഴിവിനെ അളക്കുന്നതാണത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? രണ്ടാമത്തത് പറഞ്ഞോട്ടെ. അടുത്തത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഇവാലുവേറ്റ്സ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അതായത് പരിശീലനത്തിന് ശേഷം, ട്രെയിനിങ്ങിന് ശേഷം വികസിപ്പിച്ച നോളജ് അല്ലെങ്കിൽ അതിന്റെ വൈദഗ്ധ്യം അളക്കുന്നു. ഒരാളിനെ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കണം. പ്രൊബേഷണറി പീരീഡ് ഒക്കെ ഉണ്ടല്ലോ, ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, അദ്ദേഹത്തെ എവിടെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ട്രെയിനിങ് പീരീഡിൽ അദ്ദേഹത്തിന് ലഭിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകളുണ്ട്, ധാരാളം നോളജ് കിട്ടുമല്ലോ. അപ്പൊ അതിനെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു പ്രൊബേഷൻ അല്ലെങ്കിൽ ആ ട്രെയിനിങ് പീരീഡിന് ശേഷം ഇവർ എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ അളക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രെയിനിങ് പരിശീലനത്തിന് ശേഷം കിട്ടിയ അറിവുകൾ എന്ത് ചെയ്യുന്നു, അളക്കുന്ന ഒരു പ്രോസസ്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. Then personality test ആണ് കേട്ടോ. If mainly assess human personality, personality testing and assessment refer to techniques designed to measure the characteristics, patterns of traits that people show across various situations. Personality test എന്ന് പറഞ്ഞാല് ഹ്യൂമൻ പേഴ്സണാലിറ്റിയിലെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതായത് മനുഷ്യന്റെ പെരുമാറ്റത്തെ അളക്കുന്നു. ധാരാളം ടെക്നിക്സുകൾ ഉപയോഗിച്ച്, ധാരാളം മെഷർമെന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ അളക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഇവാലുവേറ്റ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെയാണ്. അതായത് ഒരു ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള സുപ്പീരിയേഴ്സിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു ടൈം പീരീഡിൽ എങ്ങനെയുള്ള സ്വഭാവമാണ് അദ്ദേഹം കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി ടെസ്റ്റില് വിലയിരുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ സ്പെസിഫിക് ഫീൽഡ്സ് ഓർ ആക്ടിവിറ്റീസ്. അതായത് ഒരു വ്യക്തിയുടെ മുൻഗണനകളെ, പ്രയോറിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരാളെ നമ്മളൊരു ജോലിക്കായിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ പ്രയോറിറ്റി ഉണ്ടാവും. ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ പല തരത്തിലുള്ള ജോലികളുണ്ട്. ചിലപ്പോ ഒരു വ്യക്തിയെ സൂപ്പർവൈസർ ആയിട്ടായിരിക്കാം ചിലപ്പോ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അദ്ദേഹത്തിന്റെ എബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോ ICUലെ കോർഡിനേഷൻ ആകാം. ഓക്കെ, സൂപ്പർവൈസർ ആയിട്ടായിരിക്കും അപ്പോയിന്റ് ചെയ്തത്, പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അറിവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ചിലപ്പോൾ ICU ആയിരിക്കാം, ICUവിന്റെ കോർഡിനേഷൻ ആയിരിക്കാം. അപ്പൊ അത്തരത്തില്, അതായത് ഏത് ജോലിക്കാണോ ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില പ്രത്യേക മേഖലകളിൽ താല്പര്യം ഉണ്ടാവും, അദ്ദേഹത്തിന് പാഷൻ ഉണ്ടാവും ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സ്കില്ലുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനെ അളക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മളിപ്പോ
സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്തൊക്കെ പറഞ്ഞു? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, അച്ചീവ്മെന്റ് ടെസ്റ്റ് പറഞ്ഞു, പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു, ഇൻട്രസ്റ്റ് ടെസ്റ്റ് പറഞ്ഞു. അപ്പൊ 4 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് പറയുന്നത് on the basis of use of test, on the basis of the use to which the tests are put, they may be categorized into 3 broad categories. അതായത് ടെസ്റ്റുകളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ടെസ്റ്റ് ചെയ്യുന്ന എന്താ പറയാ ഓരോ യൂസ് ഉണ്ടാവുമല്ലോ, ഓരോ ടെസ്റ്റുകൾക്ക് ഓരോ യൂസ് ഉണ്ടാവുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ആയിട്ട് ടെസ്റ്റുകളെ തരംതിരിക്കാവുന്നതാണ്. 1 സെലക്ഷൻ ടെസ്റ്റ്, 2 ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, 3 പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഇവിടെ 4മത്തത് വരുന്നുണ്ട്. 4മത്തത് പക്ഷെ ഇല്ല കേട്ടോ, 3ന്റെ തന്നെ റിപ്പീറ്റ് ആണ് 4 വരുന്നത്. അതുകൊണ്ട് അവിടെ 4 വേണ്ട കേട്ടോ, 4 അവിടെ വെട്ടിക്കളയുക, അല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, 3 പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. 4 എണ്ണം 4മത്തേത് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിരിക്കുന്നത് 3മത്തേക്ക് തന്നെ റിപ്പീറ്റേഷൻ ആണ്, അപ്പൊ അത് വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യൂസിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റുകളെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് സെലക്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ദീസ് ടെസ്റ്റ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയവരെ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്, ഒരു പ്രത്യേക ജോലിക്ക് ഏറ്റവും ആപ്റ്റ് അവരെ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ്. ക്ലിയർ ആണോ? എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? ക്ലിയർ ആയോ? ആ, കുറച്ച് റെസ്പോണ്ട് കുറച്ച് ആവാട്ടോ, ഭയങ്കര കുറവാണ് റെസ്പോണ്ട്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ മയങ്ങിയിരിക്കുന്ന പോലെയാണ് നിങ്ങൾ തമ്മിടുന്നത്, കമന്റ് ഇടുന്നത്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കുമ്പോ അപ്പൊ തന്നെ പറയാം. ഓക്കെ, അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ ക്ലാസ് ഒക്കെ. കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അണ്ടർ സച്ച് ടെസ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻ ആർ ഗിവൺ ടു ഡിസൈഡ് ഓൺ വിച്ച് ഓഫ് ദ സെവറൽ പോസിബിൾ അസൈൻമെന്റ്സ് ദ പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഡു ഹിസ് ബെസ്റ്റ്. ഓക്കെ, അതായത് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ജോലി നിർണ്ണയിക്കുക. ഞാൻ പറഞ്ഞു എന്താ പറയുക, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ പലതരത്തിലുള്ള ജോലികളുണ്ട്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. അവിടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ജോലിക്കാണ് കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുക. പ്രിഫറൻസുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച്. അവർ ചോദിക്കും നമ്മളോട്, നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യാനാണ് താല്പര്യം എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയാം, നമ്മുടെ പ്രിഫറൻസ് അവിടെ പറയാം, എനിക്കിത് ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ അതിനകത്താണ് എന്റെ കഴിവ്, എനിക്ക് അതിനകത്ത് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും അല്ലെ, ഈ ഫീൽഡിൽ എന്തുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ജോലി നിർണ്ണയിക്കുക, അതിനെ തെരഞ്ഞെടുക്കുക. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ആണ്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക് rather than distinctly different types of work. Classification test, under such test special consideration are given to decide on which of the several possible assignments the person will be able to do his best. അതായത് ഒരു വ്യക്തിക്ക് ഒരു ജോലി വ്യത്യസ്തമായി കൊടുക്കുന്നതിന് പകരം ആ ജോലിയിൽ തന്നെ വ്യത്യസ്ത സ്റ്റെപ്പുകളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോവുക. ഒന്ന് മനസ്സിലായെന്ന് എനിക്കറിയാം.
അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ജോലി ഉണ്ടാവും അല്ലെ, നഴ്സിന്റെ ജോലി ഉണ്ടാവും, അറ്റൻഡറിന്റെ ജോലി ഉണ്ടാവും, ICU കോർഡിനേഷൻ ഉണ്ടാവും, വാർഡ് സെക്രട്ടറി ഉണ്ടാവും, അങ്ങനെ പല പല ജോലികൾ ഉണ്ടാവും. അപ്പൊ ഒരു വ്യക്തിയെ ഈ ഒരു എല്ലാ റോളുകളിലേക്കും ഇടുന്നതിന് പകരം, ഇപ്പൊ നഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരേപോലെയുള്ള ജോലികളൊക്കെ ഉണ്ടാവില്ലേ, ICU കോർഡിനേറ്റർ അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ, വാർഡ് സെക്രട്ടറി, അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പൊതുവായിട്ട് ചെയ്യാൻ കഴിയുന്ന ജോലികളാണ്. അപ്പൊ അവരെ ഈ പല ജോലികളിലേക്ക് ഇടുന്നതിന് പകരം ഒരു ജോലിയിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുക. ICU കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്നൊക്കെ പറഞ്ഞാല് അദ്ദേഹത്തിന് ബെഡ് നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാറുണ്ട്. ഫ്ലോർ മാനേജർക്ക് എത്ര ബെഡ് അവൈലബിൾ ആണ്, ICUയിൽ എത്രയാണ്, വാർഡിൽ എത്രയാണ്, അത് നോക്കാറുണ്ട്. അതുപോലെ താഴെ സ്ലീപ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മേൽനോട്ടത്തിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയയിൽ അയാൾ നിൽക്കുന്ന ഫ്ലോറിൽ എന്തൊക്കെ കാര്യങ്ങൾ, ആരെങ്കിലും ഏതൊക്കെ കസ്റ്റമർ വരുന്നു, അവിടെയുള്ള സൂപ്പർവിഷൻ എങ്ങനെയാണ്, സ്റ്റാഫുകളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അതൊക്കെ നോക്കാനായിട്ട് എന്ത് കൊടുക്കാറുണ്ട്, ജോലി കൊടുക്കാറുണ്ട്. അപ്പോ ഒരു ജോലിയിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഒരു വ്യക്തിയിൽ തന്നെ പല ജോലികൾ, അതായത് പല ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലികൾ ഏൽപ്പിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വ്യത്യസ്തമായി ജോലി കൊടുക്കുന്നതിന് പകരം ഒരു ജോലിയുടെ വ്യത്യസ്ത തലങ്ങള് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ദെൻ അടുത്തത് C ആണ് കേട്ടോ. നാലാമത്തെ വേണ്ടത് ഞാൻ പറഞ്ഞു, കാരണം റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. Individuals or group test. Individual test is a test in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. Group tests are normally done in a format which enables individuals to record his own responses and can be simultaneously given to a member of a individuals without any special need of observing their behavior. Okay, അതായത് ഇൻഡിവിജ്വൽ സൈമൾട്ടേനിയസ്ലി എന്നാണ് കേട്ടോ. സൈമൾട്ടേനിയസ്ലി അതിന്റെ പ്രൊനൗൺസിയേഷൻ വരിക കേട്ടോ. ഒരേ സമയം എന്നാണ് അതിന്റെ വേർഡിന്റെ അർത്ഥം വരുന്നത്. അതായത് ഒരു വർക്കിനെ തന്നെ രണ്ടിതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ വർക്ക് ഉണ്ട്, മറ്റൊന്ന് ഗ്രൂപ്പ് വർക്ക് ഉണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാല് അതിന് ടെസ്റ്റുകൾ ഉണ്ട്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരീക്ഷിക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി ഒരു ജോലി അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നതിനെ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒബ്സർവ് ചെയ്യുന്നില്ല. പകരം ആ ഗ്രൂപ്പിന് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ റിയാക്ഷൻ എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റിലാണ് ഒരാളെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഗ്രൂപ്പ് ടെസ്റ്റ് ആവുമ്പോൾ അവര് മൊത്തത്തിലുള്ള വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ റെസ്പോൺസ് ആണ് അവരുടെ നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കുന്നതാണ് എന്ത്, ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഡിവിജ്വൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടെസ്റ്റ് ഓക്കെ ആണോ? അപ്പൊ നിങ്ങള് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാണ് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുക. ഇനി നിങ്ങളൊരു ഗ്രൂപ്പായിട്ട്, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു 10 പേര് ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യില്ല. പകരം നിങ്ങൾക്ക് ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതികരണങ്ങള് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പ് ടെസ്റ്റില് വരുന്നത്. ഓക്കെ, അടുത്തത് ഇന്റർവ്യൂസ് ആണ് കേട്ടോ. ഇന്റർവ്യൂസ് ഒന്ന് വായിക്കാം നിങ്ങൾ.
ഓക്കെ, നമുക്ക് നോക്കാം. ഇന്റർവ്യൂസ്. Interview is a formal meeting where one or more persons question or assess another person. ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾ മറ്റൊരാളെ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അതിനകത്ത് ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾ ഉണ്ടാവും. അയാള് മറ്റൊരാളെ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യുകയും വിലയിരുത്തുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയാം. നിങ്ങളിപ്പോ ഇന്റർവ്യൂ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പൊ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഒന്നില്ലെങ്കിൽ ഒരാളായിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കും ഇന്റർവ്യൂ ചെയ്യുക. അപ്പോ ഒന്നോ ഒന്നിലധികമോ വ്യക്തികള് നമ്മളെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇന്റർവ്യൂ. ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. Then അടുത്തൊരു പോയിന്റ്, the most widely used selection tool is probably the interview. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. Okay, അതായത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ പ്രോസസ് ആണ് ഇന്റർവ്യൂ. എല്ലായിടത്തും എന്തുണ്ട്? ഇന്റർവ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ആളുകളെ സെലക്ട് ചെയ്യുക, അല്ലെ? അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ മെത്തേഡാണ് എന്ത്? ഇന്റർവ്യൂ. ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്റഗ്രേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരാൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തെ മൊത്തത്തില് ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നതാണ്. Okay, then മൂന്നാമത്തെ പോയിന്റ്, interview is defined as a selection technique which enables the employer to view the detail. അതായത് ഒരു ആപ്ലിക്കന്റിനെ സംബന്ധിച്ച്, എംപ്ലോയർ എന്നല്ല കേട്ടോ അവിടെ, എംപ്ലോയി എന്നാണ് വരിക. ഒരു എംപ്ലോയിയെ മൊത്തത്തില് ടോട്ടൽ ആയിട്ട് അദ്ദേഹത്തെ അളക്കുന്നതിന് ഉള്ളൊരു ടെക്നിക്കാണ് ഇന്റർവ്യൂ. എംപ്ലോയി എന്നാണ് കേട്ടോ. enables the employee to view the ഡീറ്റെയിൽ. അതായത് ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തില് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള, ടോട്ടൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ഇന്റർവ്യൂ. ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ സവിശേഷതകൾ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. ജോലിയിൽ അവർക്കുള്ള സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ജോലി, അവർക്ക് ഏത് ജോലിയാണ് അവർ അപ്ലൈ ചെയ്തത്, ആ ജോലിയിൽ അവർക്കുള്ള പരമാവധി എന്താ പറയാ സ്യൂട്ടബിലിറ്റി ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്, എത്രത്തോളം അറിയാം അവർക്ക് ആ ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കളക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ കൊണ്ട് സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? ആദ്യം പറഞ്ഞ ഇതൊരു ഫോർമൽ മീറ്റിംഗ് ആണ്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികളോ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് ഇന്റർവ്യൂ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന മെത്തേഡ്. ഇതിലൂടെ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗ്യാദർ ചെയ്യുന്നു അല്ലെങ്കിൽ ശേഖരിക്കുന്നു. ദെൻ അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ആപ്ലിക്കന്റിനെ മനസ്സിലാക്കാനായിട്ട് ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായി അവന്റെയും അവന്റെ പെരുമാറ്റത്തെയും വിലയിരുത്തുന്നു. അതുപോലെ ജോലിയിൽ അവർക്കുള്ള സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഇന്റർവ്യൂസിന്റെ പോയിന്റ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത്രയും വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല.
ഇനി പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പോൾ അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെ നമ്മൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവാം. നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് patterned or structured interview. Such interviews are also called standardized interviews because they are pre-planned to a high degree of accuracy and precision. അതായത് ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ഇന്റർവ്യൂ എന്നാണ് അതിനെ വിളിക്കുക. It is also known as patterned or structured interview. It is also known as standardized interview. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് മുന്നേ തന്നെ പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതായത് മുന്നേ തന്നെ അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗമോ മുഖേന ആളുകളെ അറിയിക്കുന്നു. ആളുകൾ ഇപ്പൊ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ റേഡിയോയിൽ കേട്ടിട്ടോ ന്യൂസ് വഴിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂവിനെ കുറിച്ച് അറിയുന്നു. അവര് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അപ്പൊ നേരത്തെ തന്നെ ഇതിനൊരു സമയം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. ഈ ഒരു ഇന്റർവ്യൂവിന് ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റിലും ടൈമിലും ആപ്ലിക്കൻസ് വരുന്നു. അതുവഴി ആപ്ലിക്കൻസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്ത്, പാറ്റേൺഡ് ഒരു സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇന്റർവ്യൂ ആണ്. എല്ലാവിധ ഓർഗനൈസേഷൻസും നടത്തുന്ന ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, രണ്ടാമത്തേതാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. It does not have structure and it is relatively non-planned as to format. In such an interview, the applicant is asked some very general questions and he may reply to this in any way he likes for a considerable length of time. അതായത് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇതിനൊരു സ്ട്രക്ചർ ഇല്ല. ആദ്യത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇത് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂവർ, അതായത് ചോദ്യം ചോദിക്കുന്ന ആള് ആപ്ലിക്കന്റിനോട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഈ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അദ്ദേഹം മറുപടി പറയുന്നത് കുറെ അദ്ദേഹത്തിന്റെ ടൈം എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സമയം കൂടുതൽ എടുത്തിട്ടായിരിക്കാം അദ്ദേഹം അതിന് റിപ്ലൈ ചെയ്യുന്നത്. ഫോർമൽ ആയിട്ടൊരു മീറ്റിംഗ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ കുറെ നാള് കാണാതിരുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണാൻ അവരോട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ലേ, അതുപോലെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുക. ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ പൊതുവായിട്ടുള്ള, അതായത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കില്ല ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതിന് ഈ ഒരു ആപ്ലിക്കന്റ് അയാളുടേതായിട്ടുള്ള ടൈം എടുത്തിട്ടാണ് മറുപടി പറയുന്നത്. ഓക്കെ, that is non-directive interview. ചിലപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണമെങ്കിൽ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ പറയാനായിട്ട് പറഞ്ഞാല് ചിലപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ആലോചിക്കും, എന്നിട്ടായിരിക്കും എന്ത് ചെയ്യാം മറുപടി പറയാം. പക്ഷെ ആദ്യത്തെ ടൈപ്പ് ഇന്റർവ്യൂവിൽ അങ്ങനെയുള്ള ഒരു സമയപരിധി ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറുപടി പറയാനായിരിക്കും ആദ്യത്തെ ടൈപ്പ് ഇന്റർവ്യൂവിൽ ആപ്ലിക്കൻസ് നോക്കാം. കേട്ടോ, മനസ്സിലായോ? പിന്നെ നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂവർ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു എൻകറേജ് ദ കാൻഡിഡേറ്റ്. അതായത് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അദ്ദേഹത്തിന് മാക്സിമം എന്ത് ചെയ്യാൻ എൻകറേജ്മെന്റ് കൊടുക്കാനാണ് ഈ ഒരു രണ്ടാമത്തെ ടൈപ്പ് ഇന്റർവ്യൂവില് ഈ ഒരു ഇന്റർവ്യൂവർ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്ന് പറഞ്ഞാല് പ്രീ പ്ലാൻഡ് ആണ്, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ ആണ്. രണ്ടാമത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇതിനൊരു സ്ട്രക്ചർ ഇല്ല, മാത്രമല്ല ഇതൊരു എന്താ പറയാ നോൺ പ്ലാൻഡ് ആണ്. മാത്രമല്ല ആപ്ലിക്കൻസിനോട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ടൈം എടുത്ത് ആൻസർ പറയാം. മൂന്നാമത്തത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ആണ്. ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. Depth or action interview, it is semi-structured in nature and uses. The typical subject discussed at such interviews consists of the candidate's home life, education, previous experiences, aptitude, entertaining interests, and hobbies. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിന് നമ്മൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകാം അല്ലെ.
ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, അതായത് വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇന്റർവ്യൂർ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ്, അതായത് ഒരു സെമി സ്ട്രക്ചേർഡ് നേച്ചറാണ് ഇതിനുള്ളത്. ഓക്കെ, അതായത് എന്താ പറയാ, പകുതിയായിട്ട്, അതായത് പകുതി മാത്രമേ സ്ട്രക്ചർ സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ, ബാക്കി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ടിപ്പിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇന്റർവ്യൂർ ആപ്ലിക്കന്റിനോട് ചോദിക്കുക. അതിനകത്ത് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കും, വീട്ടുകാരെ കുറിച്ച് പറയാനായിട്ട് ചില ഇന്റർവ്യൂസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ. അപ്പൊ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയാനായിട്ട് പറയും. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജിലായിരുന്നു, പിന്നെ നിങ്ങളെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പിന്നെ നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പാട്ട് പാടാനായിരിക്കും, അങ്ങനെയുള്ള ഹോബീസ് ഒക്കെ പറയുന്നത്. ഇത്തരത്തിൽ ചില ഇന്റർവ്യൂസിനൊക്കെ കഥകൾ എഴുതാൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ഥാപനത്തിലെ ഇന്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് പറഞ്ഞത് നോവൽ എഴുതാൻ, നോവലല്ല, ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത് എന്നോട്. അവിടുത്തെ ഒരു ഇന്റർവ്യൂ അവര് ആവശ്യപ്പെട്ടാണ്, വലിയ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് ഈ ഒരു കേരളത്തിലെ തന്നെ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഒരു ഇതില് ജയിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതിൽ കയറിയപ്പോഴാണ് അവര് പറഞ്ഞത് ഇതിനെ കുറിച്ച്, ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത പറയാലോ. ദെൻ നാലാമത്തേത് ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ, ഇവിടെ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂഡ്. അതായത് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എന്താണ് മിസ്, എന്താണ് മുഹമ്മദ് സിനൻ എന്താ ചോദിച്ചത്? ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ ഒന്നും കൂടി പറയുമെന്ന് ഞാൻ പറയാം ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂല് എന്താണ്, ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പുകൾ ഉണ്ടാകും, അതായത് ഒരു 5-6 വ്യക്തികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അവർ ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. അവര് അറ്റ് എ ടൈം ഒന്നിലധികം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ ഇന്റർവ്യൂ. കുറെ 5-6 ഒരു 8-10 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഹാളിലൊക്കെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സമയം തന്നെ പല ആളുകൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പറയാലോ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ പറഞ്ഞോട്ടെ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. ഇതൊരു പാനലാണ്. നമ്മൾ ഒരു ഇന്റർവ്യൂവിനായിട്ട് ചെല്ലുന്നു. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക? ചില ഹോസ്പിറ്റൽ വ്യത്യസ്തമായിരിക്കുള്ളൂ. എന്നാൽ മറ്റു ചില ഹോസ്പിറ്റലൊക്കെ അതായത് നമ്മള് ചെല്ലുമ്പോൾ തന്നെ കുറേ അധികം ആളുകൾ ഇരിക്കുന്നതായിട്ട് കാണാം. ഒരു പാനലായിട്ട് ഇരിക്കുന്നത് കാണാം. വലിയ വലിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് നടത്തുന്നത്. പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവാം. ഇപ്പോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ ഉണ്ടാവാം, മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടാവാം, അപ്പൊ പ്രിൻസിപ്പൽ ഉണ്ടാകാം. അപ്പൊ പല മേഖലയിൽ അല്ലെങ്കിൽ പല ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പാനലായിട്ട് ഇരിക്കുന്നു. ഒന്നിലധികം ആളുകൾ ഉണ്ടാവാം. അവരെന്ത് ചെയ്യുന്നു, ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് എന്ത്, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് സ്ട്രെസ് ഇന്റർവ്യൂ. ഇൻ ദ സ്ട്രെസ്, രണ്ട് പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് മാത്രം മതി കേട്ടോ. ഓക്കെ, സ്ട്രെസ് ഇന്റർവ്യൂ. The interviewer undertakes an unfriendly role toward the applicant. He deliberately puts him on the defensive by trying to annoy, embarrass, or frustrate him. This is done in order to find out how a candidate behaves in a stress situation, whether he loses his temper,
gets confused or frightened. അതായത് ഇവിടെ ചില മീനിങ് ചില വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അനോയ് എന്ന് പറഞ്ഞാല് ശല്യം എന്നാണ് കേട്ടോ. അനോയ് എന്ന് പറഞ്ഞ ശല്യം എന്നാണ്. എംബ്രാസ് എന്ന് പറഞ്ഞാല് ലജ്ജിപ്പിക്കുക, നാണിപ്പിക്കുക എന്നൊക്കെ പറയല്ലേ, ലജ്ജിപ്പിക്കുക. ഫ്രസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുത്തുക, ഫ്രസ്ട്രേറ്റ് നിരാശപ്പെടുത്തുക. ദെൻ ടെമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ടെമ്പർ എന്ന് പറഞ്ഞാല് ദേഷ്യം അഥവാ കോപം. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാല് ഭയപ്പെടുത്തുക, ഫ്രൈറ്റൻഡ് ഭയപ്പെടുത്തുക. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാല് ആശയക്കുഴപ്പത്തിലാക്കുക, ആശയക്കുഴപ്പത്തിലാക്കുക. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എന്താണ്, ആപ്ലിക്കന്റിനോട് അൺഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ ഇത്രയും ഇന്റർവ്യൂസിൽ കണ്ടത്തിൽ വെച്ചിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു ഇന്റർവ്യൂ ആണിത് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന്. ടെമ്പർ എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലെങ്കിൽ കോപം കേട്ടോ. അൺഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണത്. അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പല രീതിയിലും അവിടെ വന്നിട്ടുള്ള ആപ്ലിക്കൻസിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കേട്ടോ. പലതരത്തില് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെയാണ്? അതായത് ചില ചോദ്യങ്ങളിലൂടെ ആപ്ലിക്കൻസിന് സ്ട്രെസ് കൊടുക്കുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കാം. അതെന്തൊക്കെയാണ്? അതായത് ചിലവർക്ക് അത് ശല്യമായിട്ട് തോന്നാം. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശല്യമായിട്ട് തോന്നാം. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്നതായിട്ട് കാണാം. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ലജ്ജിപ്പിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആളുകൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ് ഇന്റർവ്യൂസ് നടത്തുന്നത്? അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ ചിലപ്പോൾ ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം, ദേഷ്യം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ എംപ്ലോയർ അല്ലെങ്കിൽ ഈ എംപ്ലോയി അല്ലെങ്കിൽ ഈ ആപ്ലിക്കന്റ് എങ്ങനെയാണ് ആ സാഹചര്യത്തോട് പെരുമാറുക എന്നതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഫയർ, തീപിടുത്തം ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെയുള്ള ഒരു ജോലിക്കാരന് സ്വാഭാവികമായിട്ട് എന്ത് തോന്നും? ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടാവും അല്ലെ? ആ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ആ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്യുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ ആളുകൾക്ക് തോന്നാം ചിലപ്പോ നമ്മൾ ചെന്നിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഒരു, അതായത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലോ നമുക്ക് കൂടുതൽ സ്ട്രെസ്, നമ്മളെ നാണിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അതിന് മറുപടി കൊടുക്കുന്നത്, അതാണ് അവിടെ അവർ അളക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് സ്ട്രെസ് ഇന്റർവ്യൂ. ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എത്രയും പേര് എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അനോയ് എന്ന് പറഞ്ഞാല് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യം ചോദിക്കുവാണ്. ശല്യമാണ് അനോയ്. എംബറാസ് എന്ന് പറഞ്ഞാല് ലജ്ജിപ്പിക്കുക. ഫ്രസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുത്തുക. ടെമ്പർ കോപം. ഫ്രൈറ്റൻഡ് ഭയപ്പെടുത്തുന്ന. കൺഫ്യൂസ്ഡ് ആശയക്കുഴപ്പത്തിലാകുന്ന. ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ നിങ്ങളുടെ ഇതില്? ഇങ്ങനത്തെ ഇന്റർവ്യൂവിൽ ഏതെങ്കിലും മൂവിയിലോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതാണ്? ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് ഫസ്റ്റ് രണ്ടെണ്ണം അതൊന്ന് പറയോ? ജസ്റ്റ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണോ ചോദിക്കുന്നേ? അത് താഴെയുള്ളത്. അതായത്
നമ്മള് കോമൺ ആയിട്ട് നമ്മള് പങ്കെടുക്കുന്ന ഇന്റർവ്യൂസിനാണ്. അതായത് നമ്മളിപ്പോ ഒരു പത്രം വഴിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ വഴിയോ ഒക്കെ എന്താണ് നമ്മൾ ഒരു വാർത്ത അറിയുന്നു, ഒരു സ്ഥാപനത്തില് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയാണ്. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് ചെല്ലുന്നു. അവര് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, നമ്മൾ അതിന് മറുപടി പറയുന്നു. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണെന്ത് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇത് പ്രീ പ്ലാൻഡ് ആയിരിക്കുള്ളൂ. അതായത് നേരത്തെ തന്നെ സ്ഥാപനം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡേറ്റും അതുപോലെ സമയമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ത് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയാം. നിലവാരം കൂടിയ ഇന്റർവ്യൂ ആണ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മുഹമ്മദ് സിനൻ ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൂന്നാമത്തതോ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളോട് കോമൺ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ടിപ്പിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു യുദ്ധം ഉണ്ടായി, അതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് ചോദിക്കില്ലേ? അതായത് നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ, നമ്മുടെ നാട്ടിലെ വാർത്തയൊക്കെ എന്താണ്, അതിനെ കുറിച്ചൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോം ലൈഫ്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മൾ പറയാം നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ ഹസ്ബൻഡ് മക്കൾ ഇത്രയും പേരാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ചത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അപ്പൊ നമ്മളത് പറയും. നമ്മുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അത് ചോദിക്കാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഇന്റർവ്യൂവില് ഇന്റർവ്യൂവർ ചോദിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ എന്താണ്, ഇന്റർവ്യൂസ്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്, ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്? അപ്പൊ നന്നായിട്ട് വായിച്ചിട്ട് വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Mom. Thank you. Thank you. Thank you.